അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നന്തൻകോട് ജംഗ്ഷനിലാണ്. റിസർവ് ബാങ്കിൻ്റെ തൊട്ട് മുമ്പിലുള്ള റിസർവ് ബാങ്കിൻ്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ തൊട്ട് മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈസ്റ്റ് ഫോർട്ട് പോകുന്നു. ഈസ്റ്റ് ഫോർട്ട് പോയതിന് ശേഷം അവിടെ നമ്മുടെ സിറ്റി റൈഡ് ബസ് എടുത്ത് സിറ്റി ടൂർ. ഓണം ഉത്രാടത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ്. ഇതിപ്പോൾ സമയം എത്രയായി? വാച്ച് നോക്കി പറഞ്ഞു. എന്തെങ്കിലും വാച്ചുണ്ടല്ലോ, പിന്നെ ഞാൻ എന്നോട് ചോദിച്ചത്. 7:15 7:15 ഇന്നത്തെ ഡേറ്റ് 13 സെപ്റ്റംബർ 2024. സോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മിക്കപ്പോഴും ഇവിടെ ഉബറാണ് ബുക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി നമ്മളൊരു ബസ്സിൽ പോകാൻ വരുന്നത് ഈസ്റ്റ് ഫോർട്ട് വരെ. അപ്പോൾ നന്തൻകോട് നിന്ന് ഒരു 15 മിനിറ്റ് യാത്ര ഉണ്ട്, ഒരു 15 മിനിറ്റ് ട്രാവൽ ടൈം ഉണ്ട് ഈസ്റ്റ് ഫോർട്ടിലോട്ട്. അവിടെ ചെന്ന് നമ്മൾ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ മുമ്പിൽ ഇറങ്ങും. അവിടെ നിന്നാണ് നമുക്ക് ഈ റൈഡ് തുടങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ട് എത്തിയിരിക്കുകയാണ്. ഇത് നേരെ ബസ്സിൽ കയറിയിരിക്കുക, യാത്ര ചെയ്യുക. നമ്മളിപ്പം ബസ്സിൻ്റെ മുകളിലത്തെ നിലയിൽ നിൽക്കുകയാണ്. ഒറ്റ ആളുകൾ പോലും ഇല്ല. സോ നല്ലൊരു ടൈമാണ് നമ്മൾ വന്നത്, അല്ലേ? നല്ലൊരു ടൈമാണ് നമ്മൾ വന്നത്. അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ടെമ്പിളാണ് പുറകെ കാണുന്നത്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ട് 8 മണിയുടെ ഈ റൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പകലാകുമ്പോൾ ഇച്ചിരി വെയിലും പൊടിയൊക്കെ കാണത്തില്ലേ. രാത്രിയാകുമ്പം വെയിലൊന്നും കാണില്ല, പൊടിയൊക്കെ ഇച്ചിരി കുറവായിരിക്കും. സോ ഇപ്പോൾ ഈ ഓണം ടൈം ആയതുകൊണ്ട് നമ്മൾ ഈ സിറ്റി റൈഡ് എടുക്കുമ്പോഴത്തേക്കും ഫുള്ള് നമുക്ക് സിറ്റിയിൽ നടക്കുന്ന പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ബസ്സിലിപ്പം ആരുമില്ല. സോ നമ്മളിപ്പോൾ ഒരു സീറ്റിൽ അങ്ങോട്ട് ഇരിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ നമുക്ക് ആക്ച്വലി ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്, അല്ലാതെ നമുക്ക് വന്നിട്ട് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സീറ്റ് വേണം, പിന്നെ സീറ്റ് ഉറപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ റിസർവേഷൻ വഴി വരുന്നതായിരിക്കും നല്ലത്. സോ കുറേ കാണുന്നതാണ് നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിൾ. നമ്മൾ കുറച്ച് സമയത്തിനകം നമ്മൾ യാത്ര തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഈ സിറ്റി ഫുള്ള് കാണാം. പത്മനാഭസ്വാമി ടെമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൻ്റെ ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. കുറച്ച് സീറ്റൊക്കെ ഫില്ലായി, ആളുകളൊക്കെ വന്നു തുടങ്ങി. എന്തായാലും അധികം തിരക്കൊന്നുമില്ല ഇതുവരെ. സോ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടാണ്. ഒരാൾക്ക് 200 വെച്ച് ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. അങ്ങനെ 400 രൂപയായി. മുകളിലിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുകളിലായിരിക്കുന്നത്, അതുകൊണ്ടാണ് 400 വന്നത്. താഴെ ഇരിക്കുകയാണെങ്കിൽ ഒരാൾക്ക് 100 ആവുന്നുള്ളൂ. സോ ഇതാണ് നമ്മുടെ ബില്ല്. നമ്മൾ UPI വഴിയാണ് പേയ്മെൻ്റ് കൊടുത്തത്. നമ്മളെ വണ്ടി നീങ്ങിത്തുടങ്ങിയപ്പം ഞാൻ എൻ്റെ ആൾക്കാരെങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. എൻ്റെ ഇത്രയും ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ഫ്രണ്ട് കണ്ടോ, അവിടെ ഇത്രയും സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. നല്ലൊരു സമയത്ത് എന്തായാലും നമ്മളെടുത്തത്. പിന്നെ നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. സോ ഇങ്ങനെ ഓരോ സിറ്റീസും കാണിക്കാം. ഓക്കെ, പോകുന്ന വഴികളും കാര്യങ്ങളും ഒക്കെ. ഇതിപ്പോൾ ഈ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് എല്ലായിടത്തും സ്പെഷ്യൽ ഡെക്കറേഷനുണ്ട്. ഇത് നമ്മളെ പഴമങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രമാണ്, മഹാഗണപതി ക്ഷേത്രം. അപ്പം നമ്മുടെ പരത്ത് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പരത്ത് ഇങ്ങനെ അടുത്തടുത്തിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും വേക്കൻസി ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരിക്കാം. സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തി. അപ്പോൾ ഇനി നമ്മളിനി പാളയത്തോട്ടാണ് പോകുന്നതെന്നാണ് അനൗൺസ്മെൻറ്റിൽ പറഞ്ഞത്. സെക്രട്ടേറിയറ്റാണ് നമ്മുടെ
വിനായക ക്ഷേത്രം കാണാൻ കഴിയും. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വിനായക ക്ഷേത്രമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിൽ വീണ്ടും കാണുന്നത് പാളയം ജുമാ മസ്ജിദാണ്. ഏറെ പ്രശസ്തമായ പാളയം ജുമാ മസ്ജിദാണ് ഇടത് ഭാഗത്തായിട്ട് കണ്ടത്. നമ്മളെത്തിയിരിക്കുന്ന പാളയത്താണ്. അതാണ് അനൗൺസ്മെന്റിൽ പറഞ്ഞത്. കണ്ടോ, നമ്മളിപ്പോൾ എന്തുമാത്രം ഉയരത്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടോ. ക്യാമറയൊക്കെ ക്യാമറയൊക്കെയാണെന്ന് തോന്നുന്നു. ക്യാമറ, സിഗ്നൽ, ഇതൊക്കെ നമ്മളെ തൊട്ടടുത്താണ് നമ്മൾ കാണുന്നത്. ബസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത്ര ഇത് തോന്നുന്നില്ലായിരിക്കും, പക്ഷേ നമ്മൾ ഇതിൻ്റെയൊക്കെ വളരെ ഹൈറ്റിലായിട്ടായിരിക്കുന്നത്. ബാക്കി വണ്ടികളും അല്ലാതുള്ള ബസ്സുകളും ഒക്കെ നമ്മുടെ താഴെ ഇങ്ങനെ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇപ്പം സിഗ്നലിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചത് ഓണം സീസണൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. ഇപ്പം ടൂറിസ്റ്റുകൾ അവരും എല്ലാം ഇതെടുക്കുമായിരിക്കും, അന്വേഷിച്ച് കണ്ട് എടുത്ത് വരുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. പാളയം ചർച്ചാണ് പാളയം ചർച്ച്. ഇടത് ഭാഗത്തായിട്ട് സെൻട്രൽ സ്റ്റേഡിയം കാണാം. സെൻട്രൽ സ്റ്റേഡിയവും പാളയം ചർച്ചുമാണ് നമ്മൾ കണ്ടത്. അതാണ് അനൗൺസ്മെന്റിൽ പറഞ്ഞത്. നമ്മുടെ ഭാരത് തിരുനാളിലെ കാര്യമായിട്ട് വെർട്ടിക്കലായിട്ട് ഹോറിസോണ്ടലൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഇടത് ഭാഗത്തായിട്ട് കേരള നിയമസഭാ മന്ദിരം. കേരള നിയമസഭാ മന്ദിരമാണത്. സോ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ തന്നെ പറയൂ. നമ്മുടെ മസ്കറ്റ് ഹോട്ടലാണ്. നമ്മുടെ ഒരു ഫ്രണ്ടൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മസ്കറ്റ് ഹോട്ടലാണ് നമ്മളിപ്പം കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ടത് ഒരു പള്ളിയാണ്. അപ്പം ഇത് ചർച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മസ്കറ്റ് ഹോട്ടൽ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ചർച്ച് കാണാം. ഇത് ഒരു ചർച്ചാണ്, ഫേമസ് ആയിട്ടുള്ളൊരു കേട്ടോ ചർച്ച്. ഇവിടെ ആളുകളൊക്കെ വന്നിട്ട് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ വന്ന് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ നളന്ദ ലൈനൊക്കെ എത്തും. സോ നമുക്ക് വശത്ത് ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് തിരുവനന്തപുരം മ്യൂസിയം മൃഗശാല സ്ഥിതി ചെയ്യുന്ന ഭാഗത്തൂടെ ബസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം മൃഗശാല സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മ്യൂസിയത്തിനകത്തൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും ഈ ബസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ ഇതിനകത്തൊന്ന് പോകണം, എന്താണോ എന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ അതാട്ടോ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഇവിടെ എത്തിയിരിക്കുന്നു. സോ മ്യൂസിയം വഴിയാണ് ഇതിങ്ങനെ പോകുന്നത്. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോവുക, വേറെ ശബ്ദമില്ല, ഡിസ്റ്റർബൻസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ മൈക്കിൽ അനൗൺസ്മെൻറ്റ് കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാനും പറ്റുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോവുകയാണ്. നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. രാത്രി സമയമായതുകൊണ്ടാണ്. വലിയ പൊടിയൊന്നുമില്ല, തണുത്ത കാറ്റ്, സ്വസ്ഥം, സമാധാനം. മരങ്ങളും അതേപോലെ ഡെക്കറേഷൻ ലൈറ്റ്സും ഒക്കെ നമ്മളെ ബസ്സിന്റെ തൊട്ട് മുകളിൽ കൂടെ പോകുന്നത്. തട്ടിയില്ലെന്നൊരു തോന്നലാണ്. കനകക്കുന്ന് പാലസിൽ എന്തോ ഇടത് ഭാഗത്തായിട്ട് കനകക്കുന്ന് കൊട്ടാരവും അതിന്റെ ഭാഗങ്ങളുമാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിന്റെ ഭാഗങ്ങളാണ്. പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ഇവിടെ ഓണം ആയതുകൊണ്ട് പറയില്ലേ, മൊത്തം ലിറ്റാണ്. സോ ഇതിപ്പോൾ ഏഷ്യാനെറ്റാണ് ഇവിടുത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ പ്രാവശ്യമുള്ള വയനാട് ദുരന്തം ഉണ്ടായത് കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് ഓണാഘോഷങ്ങളൊന്നുമില്ല. സോ ഇതിൻ്റെ ഫണ്ടിങ് ഫുള്ള് ഏഷ്യാനെറ്റുകാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സോ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഇപ്പം പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ സ്ഥലങ്ങൾ ഏതാണെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള സ്ഥലമല്ല ഇതിപ്പോൾ കവർ ചെയ്യുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനം ജലഭവനാണ്. റൈറ്റ് സൈഡിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനമായ ജലഭവൻ കാണാം. മാനവീയമാണ് നമ്മൾ കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് വന്നത്.
ശ്രദ്ധിക്കുക, ബസ് എത്തിച്ചേർന്നത് തിരുവനന്തപുരം വെള്ളയമ്പലം. ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കവടിയാർ ഭാഗത്തേക്കാണ്. ട്രിവാൻഡ്രത്തിന്റെ രാജവീതി എന്നറിയപ്പെടുന്ന കവടിയാർ റോഡിലേക്കാണ് ബസ് പോകുന്നത്. തിരുവനന്തപുരത്തിന്റെ രാജവീതി എന്നറിയപ്പെടുന്ന കവടിയാറിലേക്കാണ് ഇപ്പോൾ ബസ് പോകുന്നത്. ഇതാണ് വെള്ളയമ്പലം. ഇവിടെ കണ്ടോ കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കും മുകേഷ് അംബാനിയുടെ വീട് മുംബൈയിലുള്ള ആന്റിലിയാണെന്ന്. അതേപോലെയാണ് ഇവരുടെ ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ലൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അവിടുത്തെ ലൈറ്റ് ഇങ്ങനെയല്ല. പക്ഷേ ഇതിൻ്റെ ഈ രാത്രി ആയതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ കറക്റ്റ് അറിയാത്തത്. ഇത് പകൽ സമയമാണെങ്കിൽ കറക്റ്റ് ആന്റിലിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളയമ്പലത്താണ്. ആരോ തെറ്റായിട്ട് സിഗ്നൽ തെറ്റിച്ച് വണ്ടി ഇതാ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. സിഗ്നലായിരുന്നു, പക്ഷെ ആർക്കോ തെറ്റുപറ്റി. തിരുവനന്തപുരത്തിൻ്റെ രാജവീതി എന്നറിയപ്പെടുന്ന കവടിയാറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കവടിയാർ പാലസ് ഒക്കെ നമുക്ക് നമ്മുടെ രാജാവിൻ്റെ സ്ഥലമാണ്. ആദിത്യവർമ്മ തമ്പുരാൻ്റെ അവരൊക്കെ റിസൈഡ് ചെയ്യുന്ന സ്ഥലമാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് കേരള രാജ്ഭവന്റെ ഭാഗങ്ങളാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന രാജ്ഭവന്റെ ഭാഗങ്ങൾ വലതുഭാഗത്തായിട്ട് കാണാം. രാജ്ഭവന്റെ ഭാഗങ്ങളാണ് വലതുവശത്തായിട്ട് കാണുന്നതെന്നാണ് അനൗൺസ്മെന്റിൽ പറഞ്ഞത്. രാജ്ഭവൻ ഏരിയ. ബസ് എത്തിച്ചേർന്നത് കവടിയാറാണ്. കവടിയാർ പാലസിന്റെ മുൻവശത്തേക്കാണ് ബസ് പോകുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന കവടിയാർ പാലസിന്റെ മുൻവശത്തേക്കാണ് ബസ് എത്തിച്ചേർന്നിട്ടുള്ളത്. 1934 പണിപൂർത്തിയായ കൊട്ടാരത്തിൽ ഏകദേശം 100ഓളം മുറികൾ ഉണ്ട് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന കവടിയാർ പാലസ്. കവടിയാർ പാലസിൻ്റെ എൻട്രി ആണത്. എന്തായാലും റിയലി നല്ലൊരു നൈസൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പോവുകയാണെങ്കിൽ മുകളിൽ നിലയിരുന്ന് പോകണം കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതാണ് മാനവീയ വീതി. തുടങ്ങി പിന്നെ അവിടുന്ന് പാളയം വഴി വെള്ളയമ്പലം കവടിയാർ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കവടിയാർ ആ പാലസ് ഉണ്ടല്ലോ, പാലസിൻ്റെ ആ മുമ്പിലിട്ട് പണ്ട് റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കാണുന്നതാണ് കനകക്കുന്ന് പാലസ്. ഭയങ്കര പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ഓണമായതുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ള നല്ല തിരക്ക്. നമുക്ക് ഈ റൈഡ് കഴിഞ്ഞ് നമ്മൾ നേരെ ഈസ്റ്റ് ഫോർട്ടിലായിരിക്കും ഇറങ്ങുന്നത്. ഈസ്റ്റ് ഫോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് പത്മനാഭസ്വാമി ടെമ്പിളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുന്നില്ല, ജസ്റ്റ് അവിടെ പുറത്തൊക്കെ നിന്നിട്ട് കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഈ കനകക്കുന്ന് പാലസിലോട്ട് വരും. കനകക്കുന്ന് പാലസിലോട്ട് വന്ന് നമ്മളവിടെ കയറി പ്രോഗ്രാംസൊക്കെ കാണും. പിന്നെ അതൊന്ന് ഷൂട്ട് ചെയ്തൊന്ന് കാണിച്ചിടാം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കനകക്കുന്ന് പാലസിൻ്റെ പുറത്തുള്ളൊരു പാർക്ക് പോലുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും അതേപോലെ പ്രത്യേകിച്ച് പാർക്ക് റൈഡുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. സ്കേറ്റിങ് ഇതെല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കനകക്കുന്ന് പാലസും കണ്ടിട്ട് അതിനുശേഷം നമ്മൾ സൗദി ഗ്രിൽസിൽ നിന്ന് ഒരു പുതിയൊരു ഐറ്റം നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്നൊരു പ്രത്യേക സംഭവമുണ്ട്, സൗദി റൈസും ഇത് മസാല ഷവായി. സോ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ആ ഷോപ്പിനും കൂടെ പോയിക്കണ്ട് ഫുഡ് കഴിച്ച് ശേഷം വീട്ടിലോട്ട് പോകും. ആ കടയ്ക്ക് പ്രത്യേകത വൈകിട്ട് 5 മണിക്ക് തുറന്നിട്ട് രാത്രി 1 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരു നൈറ്റ് വർക്ക് ചെയ്യുന്നൊരു കടയാണ്. രാത്രി 1 മണി വരെ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. സോ അവിടെ പോയി കഴിച്ചിട്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മുടെ കവടിയാർ പാലസിൻ്റെ അവിടുന്ന് റിവേഴ്സ് എടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
സ്ഥലം ഏതാണെന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ട്. തിരിച്ചു പോകുന്ന വേറെ റൂട്ടിൽ കൂടാണ്. അപ്പം സ്ഥലം ഏതാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സ്ഥലമൊന്നും അറിയില്ല, സ്ഥലപ്പേരും അറിയില്ല. സോ ഇവർ മറ്റേത് മൈക്കിൽ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതാണ് അതാണെന്നൊക്കെ. സോ ഇപ്പം ഇതിലെ റൂട്ടിൽ കൂടാണ് പോകുന്നതെന്ന് എനിക്കറിയാം. ഇപ്പം ഒരു കടയുടെ ബോഡി കണ്ടത് പേട്ട എന്നാണ്, പേട്ടയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് പേട്ടയായിരിക്കും കേട്ടോ. സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതായാലും പേട്ട. ട്രിവാൻഡ്രം എയർപോർട്ട് റീജിയനിൽ എത്തിയിരിക്കുകയാണ്. സോ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ T2 ടെർമിനൽ, അത് ഇൻ്റർനാഷണൽ ടെർമിനലിലോട്ട് ഉള്ളതാണ്. ഇൻ്റർനാഷണൽ ടെർമിനലാണ് നിങ്ങളാ കാണുന്നത് കേട്ടോ, T2. നമ്മൾ അല്ല കാറിലൊന്നും പോകുന്നെങ്കിൽ കാണില്ല കേട്ടോ. T2 ഇൻ്റർനാഷണൽ ടെർമിനൽ. നമ്മളിപ്പോൾ ഇത്ര ഹൈറ്റിൽ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ബസ്സിൽ ഇരുന്നുകൊണ്ട് ടെർമിനൽ ഫുള്ള് കാണാൻ പറ്റുന്നത് കേട്ടോ. അതാണ് T2ൻ്റെ ഭാഗമാണ് അവിടെ. ഈ നമ്മളിവിടുന്ന് T1 ടെർമിനൽ, അതായത് ഡൊമസ്റ്റിക് ടെർമിനലിലോട്ട് പോകണമെങ്കിൽ അബൌട്ട് ഒരു 15-20 മിനിറ്റോളം റൈഡ് ചെയ്യണം. അത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, ഡിസ്റ്റൻസ് തമ്മിൽ. നമ്മുടെ എയർപോർട്ട് റീജിയനാണ് നമ്മുടെ T1 ടെർമിനലും കാര്യങ്ങളൊക്കെ. ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്നുണ്ട്, ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ. എയർപോർട്ട് റീജിയൻ നമ്മൾ കാറിലോ ഒക്കെ പോവുകയാണെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. ഈ ഡബിൾ ഡെക്കർ ബസ് ഇത്രയും ഹൈറ്റ് ഇരിക്കുന്നുണ്ടാണ് ഇത് കാണുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മുടെ എയർപോർട്ട് റീജിയനാണ്. എയർപോർട്ടിൻ്റെ അതിലെ കൂടി ഇങ്ങനെ പോയപ്പോഴത്തേക്കൊന്ന് സൂം ചെയ്തപ്പോൾ കണ്ടതാണ് ഒരു എയറോപ്ലെയിൻ കിടക്കുന്നുണ്ടോ. കണ്ടിട്ടത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണോ, കണ്ടിട്ടത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണോ തോന്നുന്നു. ആ ഒരു ലുക്കുണ്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ അതിലെ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടോ ഫ്ലൈറ്റുകളൊക്കെ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നത് മറ്റേ എയർ ബ്രിഡ്ജ്. 200 രൂപയാണ് നമ്മളിന്ന് ടിക്കറ്റ് വാങ്ങിച്ചത്. 2000 രൂപയുടെ ഓട്ടോ കൊടുക്കുന്നത്. സോ ഇപ്പം 3 പേരുണ്ട്, ഫുൾ എംറ്റി ആയിട്ടാണ് ഓടുന്നത്. നല്ല തണുത്ത കാറ്റടിക്കുന്നു, തണുത്ത കാറ്റ്, നല്ലൊരു കൃഷി. സ്ഥലങ്ങൾ നമ്മൾ റൈഡ് തുടങ്ങിയിട്ടപ്പോൾ ഒരു 45 മിനിറ്റ്സ് ഇപ്പോൾ ആയി. സ്ഥലങ്ങൾ പോകാനുണ്ട്. നമ്മളങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ലുലു മാളിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ലുലു മാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഓബൈ താമര എന്ന് പറയുന്ന 5 സ്റ്റാർ ഹോട്ടൽ വരുന്നത്. കണ്ടിതാണ് ഓബൈ താമര. ഞാനിവിടെ വന്നിട്ടുണ്ട്, റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. പിന്നെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റല്ല, കുറച്ച് അങ്ങോട്ട് മാറിയാണ് നമ്മുടെ ലുലു മാൾ വരുന്നത്. ലുലു മാൾ കഴിഞ്ഞോ കറക്റ്റ്? ലുലു മാൾ കഴിഞ്ഞോ? ഓബൈ താമരയിൽ മാറി വലിച്ചിരി ഇങ്ങോട്ടാണ് നമ്മുടെ ലുലു മാൾ വരുന്നത്. നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ മാളെന്നുള്ള ഇപ്പോഴത്തുള്ള നിലവിൽ ഉള്ള മാളാണ് നമ്മുടെ ലുലു മാൾ. അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചുള്ള ലൈറ്റിംഗ്, ഡെക്കറേഷനും സെറ്റിങ്സും ഒക്കെ നിങ്ങൾക്ക് കാണാം. അതുമാത്രം കളർഫുൾ ആയിട്ടുള്ള മാൾ കേട്ടോ, ലുലു മാൾ. വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് ലുലു മാൾ. അതുമാത്രം തിരക്കാകുമ്പോൾ മാൾ നല്ല തിരക്കുണ്ടോ. അപ്പം ഞാൻ പുറകിലത്തെ സീറ്റ് എടുത്തപ്പോഴത്തേക്ക് നമ്മളെ ഫരദും
പുറകിലത്തെ എക്സിക്യൂട്ടീവ് സീറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വന്നത്. അപ്പം ഞങ്ങൾ സീറ്റ് മാറിയിരുന്നത്. അപ്പോൾ കുറേ നേരം അബൌട്ട് ഒരു 1.5 hours 1 hour 45 minutes നമ്മളല്ലാതെ പല സീറ്റുകൾ ഇങ്ങനെ മാറി ഇരുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും പുറകിലുള്ള സീറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഹൈറ്റിലാണ് സീറ്റ് ഇരിക്കുന്നത്. ആ സീറ്റിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പം കുറച്ചും കൂടെ ഒരു വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഇതാണ്. അപ്പം നമ്മൾ വന്നപ്പോഴേ ഇതിനകത്തൊന്നും ഇരിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ, കാരണം ഇവിടെ ഇരിക്കുന്ന മൊത്തം എല്ലാം പരക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് ഒരു ഫീൽ അല്ലേ. അങ്ങനെ മറ്റേ അവിടെ നമ്മൾ സീറ്റ് ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വിസിബിലിറ്റി കൂടുതൽ നമ്മൾ ഈ ഹൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അത്രയും ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു വിസിബിലിറ്റി ഉണ്ടോ, നമുക്ക് ഇത്രയും ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ ലോവർ ബർത്ത് ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിൻ. സോ നമ്മൾ ഇറങ്ങുമ്പോൾ അപ്പോൾ ഇതായിരുന്നു നമ്മൾ പോയ ഡബിൾ ഡെക്കർ KSRTCയുടെ ബസ്. സോ മോർ ദാൻ വോർത്താണ് ഈ ജേർണി. ആ സിറ്റി ഫുള്ള് നമ്മൾ കാണും, ഒരുപാട് സ്ഥലങ്ങൾ. അപ്പം കുറേ സ്ഥലങ്ങളുടെ ഒന്നും പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് പോയി സിറ്റിയൊക്കെ കാണാൻ പറ്റും. വോർത്താണ്. ആൻഡ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ഇവിടെ ട്രിവാൻഡ്രം വരുവാണെങ്കിൽ നിങ്ങൾ ഈ സിറ്റി റൈഡ് ബസ്സിൽ കയറണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. എബൌട്ട് ഒരു 2 hours നമുക്ക് ജേർണി ഉണ്ടായിരുന്നു, ജേർണി ടൈം. സോ ഓൾമോസ്റ്റ് സിറ്റീസ് എല്ലാം കവർ ചെയ്തു. സോ ഫർദർ നിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. എൻ്റെ ഒപ്പീനിയനിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു, മോർ ദാൻ വർത്താണെന്നും പറഞ്ഞു. പിന്നെ നിൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ജേർണി? കുഴപ്പമില്ല, അത് നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒട്ടുമൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റി. അതാണ് കാരണം നമ്മൾ ഈ ട്രിവാൻഡ്രത്ത് വന്നിട്ടായാലും പല സ്ഥലങ്ങളുടെ പേരുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പം അതെന്താണ് ഏതാണ് ആ സ്ഥലം എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ളത്. പിന്നെ നല്ല എൻജോയബിൾ ആയിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി വോർ. പ്രത്യേകിച്ച് രാത്രി സമയം നല്ലൊരു അതാണ്. ഇപ്പം രാത്രി സമയം ആയതുകൊണ്ട് ഒരു നല്ലൊരു വൈബായിരുന്നു. ഇപ്പം നമ്മൾ പകൽ സമയമൊക്കെ എടുക്കുന്നെങ്കിൽ ഒരു വെയിലും പൊടിയും തിരക്കും ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തിരക്ക് കുറവായിരുന്നു, സൂര്യനില്ല, പ്രകാശമില്ല, പൊടിയില്ല ഉള്ള പറയണമല്ലോ. വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഒരു പൊടിയുടെ ആ ഒരു ഇതിങ്ങനെ സംഭവങ്ങൾ അങ്ങനെയൊന്നും ഡിസ്റ്റർബൻസ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഓപ്പൺ ഫ്ലോറിലിരിക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ മഴയൊക്കെ പെയ്താലും ഇച്ചിരി പാടാണ്, പക്ഷെ മഴയൊന്നുമില്ലായിരുന്നു. എല്ലാം വളരെ സ്മൂത്ത് ആൻഡ് വെരി പെർഫെക്റ്റ്. ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് യാത്ര തുടങ്ങി തിരിച്ച് ഈസ്റ്റ് ഫോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി. പിന്നെ നിങ്ങൾ ഇതിനകത്ത് കയറി ആർക്കെങ്കിലും ഇപ്പോൾ ഒന്ന് പെട്ടെന്ന് ലുലു മാൾ കാണുമ്പോൾ ഒന്ന് ലുലു മാളിൽ ഇറങ്ങണമെന്നൊക്കെ തോന്നുന്നെങ്കിൽ ഇറങ്ങാം, നിർത്തിയിട്ടിരിക്കും. പക്ഷെ ഒരു 5 minute കഴിയുമ്പോഴത്തേക്കും ഒരു വണ്ടി വിട്ട് പോകും, അത് വേറെ കാര്യം. സോ ആ റിസ്ക് എടുക്കാൻ ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി സ്ഥലമൊക്കെ കണ്ടാൽ മതി. എന്തായാലും ലുലു മാളിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്റ്റോപ്പും ഉണ്ട്. 1, 2, 3 അടുത്ത് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അല്ലേടാ? 2, 3 അടുത്ത് സ്റ്റോപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് 1 hour സർവീസാണ്. എന്ന് വെച്ചാൽ 7 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്ക് രാത്രിയുടെ സമയമാണ് പറയുന്നത്. പിന്നെ പകൽ സമയത്ത് ചിലത് കുറച്ച് സമയങ്ങളിലുണ്ട്. അത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കും ഏതൊക്കെ സമയങ്ങളിലാണ് ഈ റൈഡ് ഉള്ളതെന്നുള്ളത്. അങ്ങനെ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് പത്മനാഭസ്വാമി ടെമ്പിളിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈസ്റ്റ് ഫോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം പത്മനാഭസ്വാമി ടെമ്പിൾ ഇപ്പോൾ സമയം 10:10 ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് നോക്കൂ, പത്മനാഭസ്വാമി ടെമ്പിളാണ്. അങ്ങനെ ഈസ്റ്റ് ഫോർട്ടിൽ നമ്മളൊരു ഓട്ടോ വിളിച്ച് നന്തൻകോടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിലോട്ട് നന്തൻകോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 10:30 ആയിട്ടുണ്ട്. സോ നമ്മൾ ഒരു ഓട്ടോയിൽ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് നന്തൻകോടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഒരു ഓട്ടോയിൽ നന്തൻകോടോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സൗദി ഗ്രിൽസിൽ കയറി മസാല ഷവായും സൗദി റൈസുമായിട്ട് ഉള്ള കോംബോ കഴിച്ചുകൊണ്ടിരിക്കുക. മസാല ഷവായി ആൻഡ് സൗദി റൈസ് പരത്തും സെയിം ആയിട്ട് തന്നെ കഴിക്കുന്നത്. എന്തായാലും ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല സ്പൈസിയാണ് സാധനം, അടിപൊളിയാണ്. ഇത് അൺലിമിറ്റഡ് റൈസാണ്.